ഷാൻറൂപ്, പ്രൊഫൈല് കണ്ടു. കൊച്ചു കുട്ടികളാണോ കൂട്ടുകാരിലധികവും? അതുകൊണ്ട് അതുമുണ്ട്. വലിയ കൂട്ടുകാരൊന്നും കണ്ടില്ല അധികം. കൊച്ചു കുട്ടികളൊക്കെ തോളിലൊക്കെ കേട്ട് എപ്പോഴും കുട്ടിക്കാലത്തേക്ക് പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ കൂടെ നടന്ന ആ ഒരു മനസ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും അത് എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ. ഇനി പ്രൊഫൈൽ കണ്ടു, ജഡ്ജസിന്റെ അഭിപ്രായം നമുക്ക് അറിയാം. മുഹമ്മദ് ഹനീഷ് സർ. ഷാൻറൂപ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെറിയ കുട്ടികളുമായിട്ടുള്ള നിങ്ങളുടെ ഒരു സംവേദനം വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഒരു ഉള്ളിലെ ഒരു നിഷ്കളങ്കതയെ അത് പ്രതിഫലിപ്പിക്കുന്നു എന്ന് തോന്നുന്നു. മാത്രമല്ല, കുട്ടികളുമായിട്ടും മുതിർന്നവരുമായിട്ടും അവരവരുടേതായ വേവ് ലെങ്ത്തിൽ സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതും പ്രവർത്തിക്കാൻ സാധിക്കുന്നതും സന്തോഷം നൽകുന്നു. അതുകൂടാതെ ഒരു എന്താ പറയുക, ഒരു തുള്ളിച്ചാടി ഓടി നടക്കുന്ന ഒരു വലിയ കുട്ടിയുടെ ഒരു ഭാവഹാവാദികൾ കാണാൻ സാധിച്ചു. അത് തീർച്ചയായിട്ടും നിങ്ങളിലെ ഒരു നല്ല പൊതുപ്രവർത്തകനെ, നേതാവിനെ സൃഷ്ടിക്കുവാൻ ഉള്ള അടിത്തറയാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. മധുപാൽ സർ. ഷാൻറൂപ് സർ. പ്രണയമുണ്ടോ? തീർച്ചയായിട്ടും. ആരോടാ പ്രണയം? എനിക്ക് എൻ്റെ കോളേജിലുള്ള ഒരാൾ, ആളെന്ന് പറയരുത്, ശരിക്കും ഞാൻ പറയാം, ഞാൻ വിളിക്കുന്നത് ഷാരു എന്നാണ്. ഷാലു? ഷാരു. അത് കോളേജിലെ ഒരു മരമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ പോകുന്ന എല്ലാ ദിവസവും ഞാൻ അതിൻ്റെ അടുത്ത് പോകാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, പക്ഷേ ചിലപ്പോൾ സിറ്റുവേഷൻസിൽ നമുക്ക് അത് വേണ്ട രീതിയിൽ വന്നോളണമെന്നില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, സങ്കടമായാലും സന്തോഷമായാലും, ചിലപ്പോൾ കേൾക്കുമ്പോൾ പ്രാന്താന്ന് വിചാരിക്കാം, എന്നാലും ഒരു അതിനോട് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. നമ്മളോട് റെസ്പോണ്ട് ചെയ്യാറില്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്, അതിനൊരു ജീവനുണ്ട്, അതിനൊരു ആത്മാവുണ്ടെന്ന് പല സന്ദർഭത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു മനസ്സാണ് ഷാൻറൂപ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രകൃതിയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ അതിനകത്ത് കണ്ട പകുതി വിഷ്വലുകളിലും, ആ പ്രൊഫൈലിൽ കണ്ട വിഷ്വലുകളിലെല്ലാം മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഷാൻറൂപിനെ ഞാൻ കണ്ടത്. കുഞ്ഞുങ്ങളോടൊപ്പം മരത്തിൻ്റെ മുകളിലിരിക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എനിക്കിഷ്ടമാണ്. മരങ്ങൾ എനിക്കിഷ്ടമാണ്. ഞാൻ വളരെ സജീവമായിട്ട് ഇടപെടുന്നൊരു സ്ഥലമാണ് യാത്രകളിലൊക്കെ. അപ്പം ഈ അത്തരമൊരു അവസ്ഥ ഉണ്ടാക്കിയത് മുഴുവൻ എവിടെ ഒരു പ്രണയം ഉള്ളത് കൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞ ആ പ്രണയം ആരോട് എന്നുള്ളതല്ല, നമ്മൾ എന്തിനോട് എന്നുള്ളതിനാണ്, ഏത് അവസ്ഥയോട് എന്നുള്ളതാണ്. പ്രണയം അങ്ങനെയും സംഭവിക്കാം. തീർച്ചയായും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇത് നിരന്തരമായിട്ടുണ്ടാവണം, എല്ലാ കാര്യങ്ങളോടും അത്തരം രീതിയിലുണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സാമൂഹികമായും സാംസ്കാരികമായും മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അരുന്ധതി ടീച്ചർ. ഷാൻറൂപ് ഒരു ആകാര സൗഷ്ഠവമുള്ള ഒരു കുട്ടി. എനിക്കത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. പിന്നെ കുട്ടിയാണെങ്കിലും ഒരുപാട് കുട്ടിത്വമുള്ളതായിട്ട് എനിക്ക് തോന്നി. അതായത് കോളേജിലാണ് പഠിക്കുന്നതെങ്കിലും കാണിച്ചത് സ്കൂളാണ്, കൂടെയുള്ള കുട്ടികൾ സ്കൂളാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മുതിർന്നാലും നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനസ്സ് കിട്ടുക എന്ന് ഉള്ളത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. നിഷ്കളങ്ക മനസ്സിൻ്റെ അതിനകത്ത് ഉള്ള എന്താണെന്ന് വെച്ചാൽ സ്നേഹം മാത്രം. സ്നേഹമാണ്, അതിന് വേർതിരിവൊന്നുമില്ല. മരത്തെ ആണെങ്കിൽ ഈ പറയുന്ന മാതിരി എന്തിനാണെങ്കിലും സ്നേഹിക്കുക എന്നുള്ള ഏറ്റവും പരിശുദ്ധമായ ഡിവൈനായിട്ടുള്ള ഒരു സ്വഭാവ വിശേഷം അത് കാത്തു സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്തു പോകും. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറഞ്ഞത് ഇതാണ്. അങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മാം. അപ്പോൾ റെഡിയാണ് പെർഫോമൻസ് റൗണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ, നന്നായിട്ട് പാട്ട് പാടാൻ സാധിക്കട്ടെ. ഓക്കെ.